ബൈ ബൈ സൺ സിറ്റി. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് മാർസിൽ നിന്നായിരിക്കും. പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കൊള്ളാം. മാർസ് വാഹനം റെഡി ഫോർ ലോഞ്ച്. ടൈം ടു ലോഞ്ച് 20 minutes. ദേ അങ്ങോട്ട് നോക്ക്. നിങ്ങൾ എന്താ ആലോചിക്കുന്നത് സൺ സിറ്റി ജനങ്ങളെ? ഈ വാഹനത്തിൽ കയറി ഡോക്ടർ സെൻ മാർസിലേക്ക് പോകൂ. ട്വിങ്കിൾ, ഡോഡോ, നിങ്ങൾ ചെന്ന് ജനങ്ങളെ രക്ഷിക്കുക. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡ് അപ്പ്. ട്വിങ്കിൾ, ഡോഡോ, ഇത് സൺസിറ്റിയെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്ത ഒരു ദിവസം. മേയർ അങ്കിൾ ഒരു വലിയ അനൗൺസ്മെന്റ് ചെയ്യാനിരിക്കുക. അതെ കേക്കോ, അങ്ങോട്ട് നോക്ക്. പ്രൊജക്ടറും വെച്ചിട്ടുണ്ട്. ഇതിപ്പോ 2 വാക്കിൽ പറയണമെങ്കിൽ ഹൗ എക്സൈറ്റിംഗ്. മാന്യമഹാ സൺസിറ്റി ജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട കുട്ടി കുറുമ്പന്മാരായ കുട്ടികളെ, ഇന്ന് സൺസിറ്റിയെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സയന്റിസ്റ്റ് ആവിഷ്കാർ സിംഗ് ഒരു അതിഭയങ്കര സാധനം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അടിക്കുന്ന ബോളുകളൊക്കെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്കാണ് പോകുന്നത്. അതായത് നേരെ സ്പേസിലേക്ക് ചെല്ലും കൂട്ടുകാരെ. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇത്. ടംബു അണ്ണ, ആ പ്രൊജക്ടർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ. എന്റെ ദൈവമേ, ശരിക്കും ഇതൊരു വലിയ സ്പേസ്ഷിപ്പ് ആണെന്നാ തോന്നുന്നത്. പ്രിയപ്പെട്ട സൺസിറ്റി മഹാജനങ്ങളെ, ഇതാണ് നിങ്ങളിപ്പോ കാണുന്ന നമ്മുടെ സൺസിറ്റിയുടെ വൺ ആൻഡ് ഓൺലി മാർസ് വാഹനം. ചേടാ, നമ്മളിപ്പോ ലൈവിലാണല്ലേ? ഓ സോറി. സൺ സിറ്റിയിലുള്ള ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഫാദേഴ്സ്, മദേഴ്സ്, അങ്കിൾസ് ആൻഡ് ആന്റീസ്, ഗ്രാൻഡ് ഫാദേഴ്സ് ആൻഡ് ഗ്രാൻഡ് മദേഴ്സ്, പിന്നെ കൊച്ചു കുട്ടികളെ, ഞാൻ ഡോക്ടർ ആവിഷ്കാർ സെൻ. ഞാനിപ്പോൾ ഏറ്റവും വലിയ സ്പേസ്ഷിപ്പായ മാർസ് വാഹനത്തിന്റെ അകത്തിരിക്കുകയാണ്. അടുത്ത 3 ദിവസത്തിനുള്ളിൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? അതെ, ടു ദ മാർസ്. ഗ്രേറ്റ് പ്ലാനിംഗ്. മാർസിലേക്ക് പോവുകയാണ് നമ്മൾ. സൺസിറ്റിയുടെ പേര് ലോകമെമ്പാടും പ്രശസ്തമായി മാറും. കണ്ടു രസിക്ക്. ഞാനിപ്പോ വളരെ ദൂരെയുള്ള ഐലൻഡ് സ്പേസ് സ്റ്റേഷനിലാണ് ഉള്ളത്. പറക്കാൻ എല്ലാവരും തയ്യാറായിരിക്കെ. ഇവരെ രണ്ടുപേരെ ഞാൻ ഇതിനു മുമ്പ് സൺസിറ്റിയിൽ എവിടെയും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എന്താ ആലോചിക്കുന്നത് ബോസ്? ഇത് ശരിക്കും അന്യായമാണ് ഭഗത് സിംഗ്. മരം നടുന്നത് ഒരുത്തൻ, പഴം കഴിക്കുന്നത് മറ്റൊരുവൻ. ആവിഷ്കാർ എങ്ങനെയാണ് മാർസിലേക്ക് പോകുന്നത്? അത് എനിക്ക് ഒന്ന് കാണണം. ഞാനാണ് ചാതുർ ഛത്രി. ആദ്യം മാർസിൽ ചെന്നിറങ്ങുന്നത് ഞാൻ തന്നെയായിരിക്കും. പക്ഷേ ചതുർ ഛത്രി സാർ, നിങ്ങൾ എങ്ങനെയാണ് മാർസിലേക്ക് പോകുന്നത്? അയാളുടെ കൈവശം മാർസ് വാഹനമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? എന്റെ കൈവശം ഈ കാണുന്ന കുടയുണ്ട്. കുടയോ? ഇതൊന്നും സാധാരണ കുടയല്ലടൂ ബലാക്. നീ ഇനി കണ്ടു രസിക്ക്. ഇതിന്റെ മായാജാലം നീ കണ്ടു രസിക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഈ ചതുർ ഛത്രി എന്തോ ഗോലുമാല ഒപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മാസ് വാഹനം അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ആകെ മൂടോട്ടായി പോവും. ഒന്ന് നിക്കട്ട് വെങ്കിലണ്ടോടോ, ആദ്യം നമുക്ക് പ്ലാൻ എന്താന്ന് മനസ്സിലാക്കാം. ഈ കുടയുണ്ടല്ലോ, ഇതാണ് എന്റെ ഇൻവെൻഷൻ ഭാഗൻ. ഇതിനു മുൻപിൽ മാസ് വാഹനമൊന്നും ഒന്നുമല്ല. കണ്ടോ, ഇതിന്റെ പവറിന്റെ ഡെമോ കാണിച്ചു തരാം. ഇതെന്താ? ഈ ചതുർ ഛത്രി വളരെ ബുദ്ധിമാനാണ്. എന്റെ ഒപ്പം വാ ഭഗത് സിംഗ്. നമുക്ക് ഒരുപാട് ജോലികളുണ്ട്. എന്റെ ദൈവമേ, ഷെടാ ഇതെന്താ പറക്കുന്ന കൂടെയോ? വളരെ വലിയൊരു ആപത്ത് സംഭവിക്കാനിരിക്കാൻ തോന്നുന്നു. സൂപ്പർ സ്പീഡോയുടെ സഹായത്തോടെ എനിക്ക് അവരെ ഫോളോ ചെയ്തേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ.
ഹായ് കീക്കോ. സൂപ്പർ സ്പീഡോ അങ്ങോട്ട് നോക്ക്, ഒരാൾ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ അയാളെ ഫോളോ ചെയ്യണം. എങ്കിൽ ശരി, പോയേക്കാം. ഒരു വശത്ത് പറക്കുന്ന കുട, മറുവശത്ത് പറക്കുന്ന കാറോ? ശരി, വാ ബസന്തി. ചേടാ, അനൗൺസ്മെന്റ് ചെയ്തു കഴിഞ്ഞു. മാർസ് വാഹനത്തിന്റെ ലോഞ്ച് അത് വളരെ പെർഫെക്റ്റ് ആയി നടക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒരു ചെറിയ തെറ്റ് പോലും സംഭവിക്കരുത്. ഒരു പക്ഷെ ഞാൻ എന്തെങ്കിലും മറന്നുപോയാൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം. യെസ് സാർ. പക്ഷെ ഇതെന്താണ് ഡോക്ടർ സെൻ? ഇതൊരു അൺഐഡന്റിഫൈഡ് ഒബ്ജക്റ്റ് ആണ്. വളരെ വേഗത്തിൽ നമ്മൾ നോക്കി വന്നോണ്ടിരിക്കുക. ചേടാ, അതെന്താ സംഭവം? ഓ, നിങ്ങളോ? ഡോക്ടർ ചന്ദൻ പട്രി, നിങ്ങൾ എങ്ങനെയാ ഇവിടെ? ഡോക്ടർ ചന്ദൻ പട്രിയല്ല, ഇത് ഞാനാണ്, ഷാദൂർ ഛാത്രി. നീ എന്താ കരുതിയത്? ഡോക്ടർ ആവിഷ്കാർ സെൻ, നീ ആദ്യം മാസിലേക്ക് പോവോ? ഞാൻ പോകാൻ ഇപ്പൊ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളിപ്പോ സംസാരിക്കണ കേൾക്കുമ്പോ അതൊരിക്കലും നടക്കില്ലെന്നാ തോന്നുന്നത്. നീ പറഞ്ഞ ശരിയാണ്. എന്റെ ലക്ഷ്യം തീർച്ചയായും ശരിയായ കാര്യമല്ല. അയ്യോ, ഇതെന്താ? ഓടിക്കോ, എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ. ഓടിക്കോ, ഓടിക്കോ. അടുത്തത് നീയാണ് എന്റെ ടാർഗറ്റ്. എന്തിനാ ഇങ്ങനെ ധൃതി വെക്കുന്നത് ഛത്രി അങ്കിൾ? ഷെടാ, ഇതെന്താ ഡോക്ടർ സിംഗ്? ഇതാരാ? നിങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ആണോ? നീ കൊച്ചുകുട്ടികളെ ഗാർഡ്സ് ആക്കി ആ മാറ്റിയിരിക്കുകയാണോ? ചെക്കന്റെ മുന്നിൽ നിങ്ങൾ ഒന്നുമല്ലെന്ന് കരുതിക്കോ. കത്ര കത്രി. എടോ, അത് പത്ര കത്രിയല്ല, ഷാദൂർ ഛാത്രി. ഛത്രി അങ്കിൾ, കൊച്ചുകുട്ടികളെ മോശമായി കരുതരുത്. ഇനി പറയേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത്? തെറ്റായ കാര്യമോ? കാരണം ആ മാർസിലേക്ക് ആദ്യമായി ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചതാണോ? ഞാൻ പോകുന്നതിന് മുൻപായിട്ട് ആരും മാർസിലേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല. മാർസിലേക്ക് ആദ്യമായിട്ട് അവനാണ് പോകുന്നത്. അതിനുള്ള കപ്പാസിറ്റി അവനുണ്ട്. അതായത് സൺ സിറ്റിയുടെ മാർസ് വാഹനം. മനസ്സിലായോ മിസ്റ്റർ ടോട്ട ടക്രി? തോട്ട തക്രി എല്ലടൂ, ഷാദൂർ ഛാത്രി എന്ന് വെച്ചാൽ ഞാൻ ഈ മാർസ് വാഹനത്തെയും സൺ സിറ്റിയെയും ഒരു വഴിയാക്കാതെ വിടുന്ന പ്രശ്നമില്ല. ഷാദൂർ ഛാത്രി, ഞാൻ എന്റെ കൊട ഉപയോഗിച്ച് അതിഭയങ്കര കാര്യങ്ങൾ ചെയ്യും. സൂപ്പർ സ്പീഡോ, നമ്മൾ ആ കുട വെച്ചിരിക്കുന്ന അങ്കിളിനെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. റെഡിയാണല്ലോ? 100% റെഡി കീക്കോ. എങ്കിൽ ഫോർമുല നമ്പർ 37 അപ്ലൈ ചെയ്യ്. വേഗം ആവട്ടെ. തീർച്ചയായും ആക്ടിവേറ്റിംഗ് ഫോർമുല 37. ഇപ്പം നിന്നെ ഒരു വഴിയാക്കും കൊട വെച്ചിരിക്കുന്ന അങ്ങളെ. ഡോക്ടർ സെൻ, തൽക്കാലം ഗുഡ് ബൈ. നമുക്ക് വീണ്ടും കാണാം. സൂപ്പർ സ്പീഡോ, ഫുൾ സ്പീഡ്. വരിനടാ കുട്ടികളെ, ഇങ്ങോട്ട് വാ. ഷെടാ, ഇവരാരാ? ഇവരിപ്പോ ഭയങ്കര ടെൻഷനിലാണല്ലോ. ചതുർ സിംഗിനെ പിടിക്കുന്നതിന് മുൻപ് പക്കറ്റ് സിംഗ് എന്ന പേരുള്ള ഈ എന്നെ പിടിക്കാൻ ട്രൈ ചെയ്യേ. സൂപ്പർ സ്പീഡോ, ആ പകട് സിംഗിന് നമ്മുടെ സ്റ്റണ്ട് കാണിച്ചു കൊടുക്ക്. ഫോർമുല നമ്പർ 26 അപ്ലൈ ചെയ്യ്. അതേതായാലും കലക്കിപ്പടി. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 26. ഓ നോ, ഇല്ല.
ഭഗത് സിംഗിന്റെ കളി ഇതോടെ അവസാനിച്ചു. പക്ഷെ ചതുർ ഛത്രി അവനെങ്ങോട്ടാ പോയത്? ആ കുടക്കാരനെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. കാരണം അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരും. എല്ലാം തലകീഴായി മാറിപ്പോകും. പക്ഷെ ഡോക്ടർ സേനാങ്കിൾ അവനെ എങ്ങനെയാ പിടിക്കുക? ആ അദ്ദേഹം ആള് ഭയങ്കര സ്മാർട്ടാ, ജീനിയസും ആണ്. ജീനിയസിനെ പിടിക്കുന്നത് ഇംപോസിബിൾ ആണ്. അവൻ എവിടെയുണ്ടെങ്കിലും ശരി, ലോഞ്ചിന് വേണ്ടി അവൻ തീർച്ചയായും ഇവിടെ എത്തും. ഡോണ്ട് വറി മേരങ്കിൾ, സേനാങ്കിൾ, ഞാനും സൂപ്പർ സ്പീഡോയും ഹൈ അലേർട്ടിലായിരിക്കും. ലോഞ്ചിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ റെഡിയാക്കണം. എന്തെങ്കിലും ഒരു നല്ല ഐഡിയ. കയ്യിൽ നിന്ന് സോപ്പ് സ്ലിപ്പായി പോയി, കയ്യിൽ നിന്ന് ബ്രഷും സ്ലിപ്പായി പോയി. പക്ഷെ കുടക്കാരന്റെ ടെക്നിക് ഒന്ന് മാത്രമാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അവന്റെ യന്ത്രം കുടയാണ്. കുടയാണ് അവന്റെ യന്ത്രം. അവനെ തോൽപ്പിക്കാൻ ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ. ആ ഡിറ്റക്ടീവ് ചട്പട്ട് എന്താ പറഞ്ഞിട്ട് പോകുന്നത്? മൊത്തത്തിൽ കൺഫ്യൂസ് ചെയ്തിട്ട് പോയിരിക്കുക. ഞാനൊരല്പം കഴിച്ചോട്ടെ. അദ്ദേഹം നമുക്കൊരു ക്ലൂ തന്നിട്ട് പോയിരിക്കാന്നാ തോന്നുന്നേ. കുടയാണ് യന്ത്രം, യന്ത്രമാണ് കുട. ആ കുടയിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. കലക്കി, മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. എന്ത്? അതായത് കുട അതൊരു യന്ത്രമാണ്. ഹാ, അത് തന്നെയാണ് അയാളും പറഞ്ഞിട്ട് പോയത്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കുട ഒരു യന്ത്രം, യന്ത്രം, മഷീൻ, മഷീൻ. ഓക്കെ, അതുകൊണ്ട് അതായത് മഷീൻ എന്ന് പറയുമ്പോൾ അതിനൊരു ബട്ടൺ ഉണ്ടാകും, ഒരു ബാറ്ററി ഉണ്ടാകും. ആ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. അപ്പൊ നമുക്ക് ആ കൂടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റൂന്ന് പറയാണോ? ബാറ്ററി ഊരി എടുക്കാൻ പറ്റുമോ? ഒരു പക്ഷെ അങ്ങനെ ചെയ്താൽ അതോടെ ആ കുടക്കാരന്റെ പവർ ഫെയിലായി പോവും. ഡോക്ടർ സെയിൻ, ശരിക്കും നിങ്ങൾ ഒരു ജീനിയസ് തന്നെയാണ്. പക്ഷേ ആ കുടയുടെ പവർ എവിടെയാണുള്ളത്? അതെനിക്കറിയില്ല. എനിവേ ഞാനിപ്പോ ഇറങ്ങുക. നാളെ മാർസിലേക്ക് പോണം. ഒരുപാട് പാക്ക് ചെയ്യാനുണ്ട്. എത്ര സെറ്റ് ഡ്രസ് പാക്ക് ചെയ്യണമെന്ന് അറിയുന്നില്ല. ചാർജറും കൊണ്ടുപോകണം. പാസ്പോർട്ടും തേടി കണ്ടെത്തണം. നാളെ ഞാനും സൂപ്പർ സ്പീഡോയും വളരെയധികം അലേർട്ടായിരിക്കണം. ഇവിടെ എല്ലാം ഓക്കെയാണ് മേയർ. അടുത്ത ചില നിമിഷങ്ങളിൽ മാർസ് വാഹനവും പിന്നെ ഈ ഞാനും പറക്കാൻ തുടങ്ങും. ആഹാ, ഇതുവരെ എല്ലാം ഓക്കെയാണ്. സൂപ്പർ സ്പീഡോ, നീ ഇപ്പൊ റെഡിയാണല്ലോ? ഇവിടെ എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. യെസ് കീക്കോ, എല്ലാം റെഡിയാണ്. ബൈ ബൈ സൺ സിറ്റി. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് മാർസിൽ നിന്നായിരിക്കും. പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കൊള്ളാം. മാർസ് വാഹനം റെഡി ഫോർ ലോഞ്ച്. ടൈം ടു ലോഞ്ച് 20 minutes. ദേ അങ്ങോട്ട് നോക്ക്. നിങ്ങൾ എന്താ ആലോചിക്കുന്നത് സൺ സിറ്റി ജനങ്ങളെ? നീ വാഹനത്തിൽ കയറി ഡോക്ടർ സെൻ മാർസിലേക്ക് പോകൂ. ട്വിങ്കിൾ, ഡോഡോ, നിങ്ങൾ ചെന്ന് ജനങ്ങളെ രക്ഷിക്കുക. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. പറയൂ കീക്കോ, എന്ത് എമർജൻസി ആണ്? ദേ അങ്ങോട്ട് നോക്ക്, ചതുർ ഛത്രി. ഇന്നവന് ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചേടാ, ആരും ഓടിപ്പോകരുത്. ഡോക്ടർ സെൻ മാർസിലേക്ക് പോയില്ലെങ്കിൽ എന്താ? ഞാൻ മാർസിലേക്ക് പോകുന്നത് കാണണ്ടേ? മാർസ് വാഹനത്തിന്റെ ലോഞ്ച് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ലേ? നീ അവിടെ തന്നെ നിൽക്ക് ചതുർ ഛത്രി. നിന്റെ ഈ റോങ്ങായ മിഷനിൽ ഒരിക്കലും വിജയിക്കില്ല. അത് നീയാണോ പറയുന്നത്? എടാ ചക്ക, നീ സ്കൂളിലേക്ക് ചെല്ല്. സ്പേസിലേക്ക് എന്നെ പോകാൻ അനുവദിക്കേ. പക്ഷെ നിങ്ങൾ എങ്ങനെയാ സ്പേസിലേക്ക് പോകുന്നത് ചതുർ ഛത്രി? സ്പേസ് ഷിപ്പ് ഇനിയും ലോഞ്ച് ആയിട്ടില്ലല്ലോ. അത് എന്തുകൊണ്ട് ലോഞ്ച് ആവില്ല? ഭഗത് സിംഗ്, എല്ലാം റെഡിയാണല്ലോ അല്ലേ? യെസ് സർ.
കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തോളൂ. കണ്ടല്ലോ, ഇനി ഞാൻ ഇറങ്ങാം. ഈ ചതുർ ഛത്രി മറ്റുള്ളവർക്കാളെല്ലാം വളരെ സ്മാർട്ടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും കീക്കോ? സൂപ്പർ സ്പീഡോ, ചതുർ ഛത്രി മാർസിന്റെ എൻട്രി ഗേറ്റിലേക്ക് ചെല്ലുന്നത് തടഞ്ഞു നിർത്തണം. വേഗം ഫോർമുല നമ്പർ 37 അപ്ലൈ ചെയ്യ്. ഷുവർ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 37. സൂപ്പർ സ്പീഡോ, ഡിറ്റക്റ്റീവ് ചട്പട്ടങ്കിൽ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടല്ലോ? കുട ഒരു യന്ത്രം. കുടയുടെ കൺട്രോൾ പാനൽ അതിന്റെ ഹാൻഡിലുണ്ട്. നീ അത് ഫോക്കസ് ചെയ്യ്. ആദ്യം അത് തകർക്ക്. ഇതാണ് ആ കുടയുടെ കൺട്രോൾ പാനൽ. പിന്നെ ഇത് കണ്ടോ, ഇതാണ് എന്റെ ഷോട്ട്. കാലയ്ക്കടാ ചെക്ക, നല്ലോണം പ്ലാൻ ചെയ്ത് അടിച്ചിരിക്ക. പക്ഷെ എന്റെ കുടയുടെ കൺട്രോൾ പാനൽ തകർക്കുന്നത് അത്രക്ക് ഈസിയായ കാര്യമൊന്നുമല്ല. നിന്റെ കാറിന് ഇതിന്റെ മൈക്രോ ചിപ്പ് തേടി കണ്ടെത്താനാവില്ല. അതിന് ഒരുപാട് സമയം പിടിക്കും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും കീക്കോ? അവൻ എൻട്രി ഗേറ്റിൽ ചെന്ന് എത്തുമെന്നാ തോന്നുന്നത്. ഞാൻ അവന്റെ മൈക്രോ ചിപ്പ് ട്രാക്ക് ചെയ്യട്ടെ. വേണ്ട സൂപ്പർ സ്പീഡോ, അതിനൊന്നും സമയമില്ല. ദേ നോക്ക്, അതൊരു കുടയാണ്. കുടയ്ക്ക് എന്താണ് ആവശ്യം? എന്താ വേണ്ടത് കീക്കോ? ഫോർമുല നമ്പർ 98 അപ്ലൈ ചെയ്യ്. അത് കലക്കി കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 98. ഇല്ല, കലക്കി കീക്കോ. നിന്റെ പ്ലാനിങ് അടിപൊളി. കളി ഇനി അവസാനിച്ചിട്ടില്ല കീക്കോ. ബാഹർ സിംഗ്, ഗേറ്റ് വേഗം ഒന്ന് ഓപ്പൺ ചെയ്യേ. യെസ് സർ. രണ്ട് സൈഡിൽ നിന്നും ഭയങ്കര അറ്റാക്ക് ആണല്ലോ കീക്കോ. ആദ്യം ആരെയാണ് തടഞ്ഞു നിർത്തേണ്ടത്? പഹാഡ് സിംഗിനെയോ അതോ ചതുർ ഛത്രിനെയോ? ഭഗത് സിംഗിനെ ഒന്ന് സൂം ചെയ്ത് കാണിക്ക് സൂപ്പർ സ്പീഡോ. കൺട്രോൾ ചിപ്പ് ഇപ്പൊ അവന്റെ കയ്യിലാ ഉള്ളത്. പക്ഷെ സൂക്ഷിച്ചു വേണം കളിക്കാൻ. അവന് ചുറ്റും നമ്മുടെ സയന്റിസ്റ്റ് നിൽപ്പുണ്ട്. വിഷമിക്കണ്ട കീക്കോ. ഇപ്പൊ നോക്കിക്കോ, പവർ ബ്ലാസ്റ്റ്. വേണ്ടോ സയന്റിസ്റ്റ്, കൗണ്ട് ഡൗൺ സ്റ്റോപ്പ് ചെയ്യേ. ലോഞ്ച് കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞു. ഇനി ഇത് തടഞ്ഞു നിർത്താനാവില്ല കീക്കോ. Launching 20, 19, സൂപ്പർ സ്പീഡോ, ഫുൾ സ്പീഡ്. എൻട്രി ഗേറ്റിലേക്ക് ചെല്ല്. 11, 9, കീക്കോ, നീ എങ്ങനെ ഇവിടെ വന്നു? നിന്റെ പ്രയാണം ഇതോടെ അവസാനിക്കുകയാണ് ചതുർ ഛത്രി. ഇനി വേറെ ഒരു വഴിയില്ല. ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. താങ്ക് യു കീക്കു. 3, 2, 1, ignition! അപ്പൊ നമുക്ക് പിന്നെ കാണാം ഡോക്ടർ സെയിൻ അങ്കിൾ. എനിക്കിപ്പോ സ്പേസിലേക്ക് വരാൻ പറ്റില്ല. ഓൾ ദി ബെസ്റ്റ്.
എന്റെ നടു ഒടിഞ്ഞതാ തോന്നുന്നത്. നടു ഒടിഞ്ഞാലും നടുവേദനയുണ്ടെങ്കിലും അതിന് ട്രീറ്റ്മെന്റ് ഉണ്ടടാ. കൊണ്ടുപോയി ഇവര് ജയിലിലിട്ടേക്ക്. എന്ന് വെച്ചാ ഡിറ്റക്റ്റീവ് ജറ്റ്പട്ട് സാർ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായി ഡിറ്റക്റ്റീവ് ജൂനിയർ അങ്കിൾ. ഇപ്രാവശ്യം ഡിറ്റക്റ്റീവ് ജെറ്റ്പട്ടിന്റെ ഭാഷ പോലെ ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലായിരിക്കുക. ഇപ്പൊ നമുക്ക് ഡോക്ടർ സേനയോട് സംസാരിക്കാം. ഇന്ന് അദ്ദേഹം ചൊവ്വ ഗ്രഹത്തിലേക്ക് ലാൻഡ് ആയി കഴിഞ്ഞു. അതേതായാലും കലക്കി. ഇതെന്താ ചുമന്ന നിറത്തിലുള്ള പ്ലാനറ്റ് ആണല്ലോ. ഞാനിപ്പോ ചൊവ്വാഗ്രഹത്തിൽ എത്തിക്കഴിഞ്ഞു. ഇത് നമുക്ക് കിട്ടിയ ഒരു വൻ വിജയമാണ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? സൺ സിറ്റിയുടെ കൊടി ഇവിടെ നട്ടുവെക്കാൻ പോവുകയാണ്. കണ്ടല്ലോ, ഇതിന് പുറകിൽ ആരുണ്ടെന്ന് അറിയാമോ? നമ്മുടെ കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ. ഇവരാണ് നമ്മുടെ സൺ സിറ്റിയുടെ ഹീറോസ്. ഇപ്പൊ അവര് മാർസിലും ഫേമസ് ആണ്.